ഹലോ അസ്സലാമു അലൈക്കും. എടാ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കൊരു 3 മാർക്ക് കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു ഗ്രാമറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആ ഗ്രാമറിൻ്റെ പേര് അൽ മുബ്തദഉ വൽ ഖബറു എന്നാണ്. അൽ മുബ്തദഉ വൽ ഖബറു എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ അത് പഠിക്കാം. എന്താണ് മുബ്തദ ഖബർ എന്നുള്ളത്. ഇവിടെ ഈ എക്സാമ്പിൾ കൊടുത്ത് നിങ്ങൾ നോക്കി. അൽ ഇൽമു, ഇൽമ് വിജ്ഞാനം, നൂറുൻ പ്രകാശമാണ്. വിജ്ഞാനം പ്രകാശമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽമിനെ കുറിച്ച് ഒരു വാർത്ത പറഞ്ഞു. അപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറബിയിൽ ഖബർ എന്ന് പറഞ്ഞാൽ അർത്ഥം വാർത്ത എന്നാണ് കേട്ടോ. എന്താ അർത്ഥം? വാർത്ത. ഇനി വാർത്ത എന്ന് നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ എന്ന് പഠിക്കുക. ഇൻഫോ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഇൻഫോ പറഞ്ഞതിനാണ് എന്ത് പറയുക? ഖബർ എന്ന് പറയാം. അപ്പോൾ ഇൽമിനെ കുറിച്ചൊരു ഇൻഫോ പറഞ്ഞു. എന്താണ്? ഇൽമ് നൂറിൻ പ്രകാശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എപ്പോഴും അതിൽ ഖബർ രണ്ടാമത്തെ ഭാഗമായിരിക്കും. എന്ത് ചെയ്യുക? ഖബർ രണ്ടാമത്തെ ഭാഗമായിരിക്കും. രണ്ട് വാക്ക് തന്നെ ഉണ്ടായിക്കോളെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ ഭാഗമായിരിക്കും എന്ത്? ഖബർ. ഒന്നാമത് വരുന്ന എന്തിനെക്കുറിച്ചിട്ടാണോ വാർത്ത പറയണത് അതിനെന്ത് പറയും? മുബ്തദ എന്ന് പറയും. അൽ മുബ്തദ, അൽ മുബ്തദ. മുബ്തദ എന്നാണ് എന്ത് പറയുക? മുബ്തദ എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചിട്ടാണ് വാർത്ത പറയാൻ മുബ്തദ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെ വിജ്ഞാനത്തെക്കുറിച്ചുള്ള വാർത്ത പറയാം. ഇവിടുത്തെ ഇൽമ് എന്താണ്? ഇൽമു മുബ്തദഉം അതേപോലെ നൂർ എന്നുള്ളത് ഖബറുമാണ്. ഇത് നമുക്ക് നല്ല സുഖമാണെന്ത്? ഇതിലെപ്പോഴും രണ്ടാമത്തത് ഖബറും ഒന്നാമത്തത് മുബ്തദ ആയിരിക്കും. രണ്ടാമത്തത് ഖബർ, ഒന്നാമത്തത് മുബ്തദ ആയിരിക്കും. അതും ഓക്കെ, ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി ചിലപ്പോൾ 3 വാക്കൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്ന അലിഫ്ലാമിൽ വരുന്ന വാക്കായിരിക്കും മിക്കവാറും മുബ്തദ. ആദ്യം വരുന്ന അൽഫ്ലാമിൽ വരുന്ന വാക്കായിരിക്കും മിക്കവാറും മുബ്തദ. ബാക്കി ചിലപ്പോൾ ഖബർ 1-2 വാക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി ഈസിയായി മനസ്സിലാക്കുക. അപ്പോൾ മുബ്തദ എന്താണെന്ന് സാർ പറഞ്ഞു, ഖബർ എന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഗ്രാമർ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ഈസി ആയിട്ട് ആൻസർ സ്കോർ ചെയ്യുക കേട്ടോ. മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.